കോഴിക്കോട് കൊയിലാണ്ടിയിൽ വൻ ചന്ദനവേട്ട 130 കിലോ ചന്ദനം പിടികൂടി. മുച്ചുകുന്ന് സ്വദേശി വിനോദിൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് ചന്ദനം പിടികൂടിയത്. സംഭവത്തിൽ പോലീസ് ഇപ്പോൾ 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. അഭിജിത്ത്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് വീണ്ടും സ്വാഗതം. പറയൂ. SKN കോഴിക്കോട് ഇന്ന് 3 ഇടങ്ങളിലാണ് ചന്ദനവേട്ട നടന്നത്. അതിൽ ആദ്യത്തേത് കൊയിലാണ്ടി മുച്ചുകുന്നിലാണ്. മുച്ചുകുന്ന് സ്വദേശിയായ വിനോദന്റെ വീട്ടിൽ നിന്ന് 130 കിലോയോളം ചന്ദനമാണ് കോഴിക്കോട് വനം വിജിലൻസ് വിഭാഗം പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ വീട്ടിലേക്ക് വനം വിജിലൻസ് വിഭാഗം എത്തുന്നത്. അതും ഈ ചന്ദനത്തടികൾ ആവശ്യമുണ്ട് എന്ന വ്യാജേനയാണ് ഇവർ എത്തുന്നതും തുടർന്ന് ഈ റെയ്ഡ് നടത്തി ഇവരെ പിടികൂടുന്നതും. 4 പേരാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലുള്ളത്. ഒപ്പം തന്നെ ചന്ദനം ചെത്തിയൊരുക്കാൻ ഉപയോഗിച്ച വാക്കത്തി, ഇലക്ട്രോണിക് ത്രാസ്, മാരുതി കാർ, ഹോണ്ട ആക്റ്റീവ് സ്കൂട്ടർ എന്നിവയും ഇവരുടെ വീട്ടിൽ നിന്ന് വനം വകുപ്പിന് പിടികൂടാനായിട്ടുണ്ട്. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 ഇടങ്ങളിൽ കൂടി റെയ്ഡ് നടന്നതും ഒപ്പം 105 കിലോയോളം ചന്ദനം വീണ്ടും പിടികൂടിയത്. കോട്ടൂർ എന്നിടത്ത് നിന്ന് 25 കിലോയും ചീറ്റോട് എന്ന സ്ഥലത്ത് നിന്ന് 80 കിലോയോളം ചന്ദനമാണ് പിടികൂടിയത്. ഏതായാലും സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയൊരു ചന്ദന വേട്ടയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മൊത്തം 250 കിലോയോളം ചന്ദനത്തടികളാണ് വനം വകുപ്പ് പിടികൂടിയിട്ടുള്ളത്.